തൃശൂർ ചാലക്കുടിയിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം പിടികൂടി. പിടിയിലായത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ബാബു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇലക്ട്രോണിക് കടയിൽ ആക്രമണം. ജീവനക്കാരന് പരിക്കേറ്റു. കടയിലുണ്ടായിരുന്ന ടിവികളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വടിവാളുകൊണ്ട് വെട്ടി നശിപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ 15 ലിറ്റർ വാറ്റുചാരായവുമായി ഒരാൾ പിടിയിൽ. മണലിത്തറ സ്വദേശി ഏലിയാസാണ് പിടിയിലായത്. വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറിയുടെ ടയർ പൊട്ടി വൻ ഗതാഗത കുരുക്കുണ്ടായി. റോഡ് നിർമ്മാണത്തിനുള്ള ടാർ മിക്സുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം നിലമ്പൂരിൽ പാഴ്സൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്ത പാറ്റയെ കണ്ടെത്തി. നിലമ്പൂർ യൂണിയൻ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ നടക്കുന്ന ദേശീയ സരസ് മേളയുടെ സ്വാഗത സംഘം ഓഫീസ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 20 മുതൽ 31 വരെയാണ് മേള. കണ്ണൂർ മാഹി സ്പോർട്സ് ക്ലബ് ലൈബ്രറിയും കലാസമിതിയും സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണിയും തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി IASഉം പ്രകാശനം നിർവഹിച്ചു. കണ്ണൂർ തലശ്ശേരി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നവവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ ജയകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജിൽ ഹരിത കേരളം മിഷന്റെ ക്യാമ്പസ് പ്രഖ്യാപനം നടന്നു. ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു.